Sit down. Number 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21. Class strength എത്ര? 25. തരംഗചലനം പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? പഠിച്ചിട്ടുണ്ട്. എന്താണ് തരംഗചലനം എന്ന് അറിയാവോ? ഒരാൾ പറഞ്ഞേ. ചലനം എന്ന് പറയാൻ പറ്റുമോ? ഇരുന്ന് വേറെ ആരെങ്കിലും? തരംഗചലനം എന്ന് പറയുന്നത് ആണല്ലോ. മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റുള്ള എല്ലാ ഭാഗങ്ങളിലും വ്യാപിക്കുന്നെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? തരംഗചലനം എന്ന് പറയും അല്ലേ? ഇനി നിങ്ങൾ സാധാരണ കുളമൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കുളത്തിൽ പോയി കുളിക്കാറുണ്ടോ? ഉണ്ട്. കുളത്തിൽ കല്ലിടുമ്പോൾ എന്താണ് സംഭവിക്കണേ? ഒരു കല്ലിട്ടാൽ എന്താണ് സംഭവിക്കണേ? ഒരാൾ പറഞ്ഞേ. ഓളങ്ങളുണ്ടാവും. ഇരുന്നു. ആ ഓളങ്ങൾ എങ്ങനെയുള്ള ആ ഓളങ്ങൾക്ക് എന്ത് പ്രത്യേകത ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? പറഞ്ഞേ. എന്തുവാ പേരെന്തുവാ? വിഷ്ണുപ്രസാദ് പറഞ്ഞേ. എന്താ? വളഞ്ഞു പോകും. വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും? ഉയർന്നും താഴ്ന്നും പോകും അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു തരംഗം ടീച്ചർ ഇപ്പോൾ ക്ലാസ്സിൽ കാണിക്കും. നിങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയണം. ചെയ്യാമല്ലോ? വന്നേ, ഒരാൾ വന്നേ. വിഷ്ണുപ്രസാദ് വന്നേ. എൻ്റെ പിടിക്കും. ഇതെന്താണെന്ന് അറിയാലോ? എന്തോ ചരട്. ഇതെന്താണ്? ഒരു റിബൺ ഈ കയറിൽ കെട്ടിയേക്കുക. ഇതൊരു മാധ്യമമാണെന്ന് വിചാരിക്കുക. ഈ കയറെന്തുവാണ്? ഒരു മാധ്യമം. മാധ്യമത്തിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു റിബൺ വെച്ചിട്ടുണ്ട്. ഇതെന്തുവാണ്? മാധ്യമത്തിലെ കണികയാണെന്ന് വിചാരിക്കുക. ഇതൊരു മാധ്യമമാണ്. കയർ ഒരു മാധ്യമമാണ്. മാധ്യമത്തിലെ കണികയാണ് ഈ റിബൺ എന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ ഈ മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ ഈ കയറിൻ്റെ ചലനവും ഈ റിബണിൻ്റെ ചലനവും ശ്രദ്ധിക്കണം. നന്നായിട്ട് ശ്രദ്ധിക്കണം. എങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിൻ്റെ പ്രത്യേകതകൾ എന്തെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കയറിൻ്റെ ചലനവും റിബണിൻ്റെ ചലനവും നന്നായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുമല്ലോ? ഓക്കെ. ആനക്കുണ്ടോ? വിഷ്ണുപ്രസാദ് ആനക്കുണ്ടോ? അങ്ങനെ പിടിച്ചിരുന്നാൽ മതി. എന്തെങ്കിലും മനസ്സിലാവണുണ്ടോ? എന്തെങ്കിലും മനസ്സിലായോ? ഇരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ തരും. നിങ്ങൾക്കത് ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം, പറഞ്ഞു തരും. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കണം, പറഞ്ഞു തരും. ചെയ്യാമല്ലോ? നിങ്ങൾ 4 പേര് ഒരു ഗ്രൂപ്പ്. നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടിരുന്നോ? നിങ്ങൾ 8 പേര്. നിങ്ങളൊരു ഗ്രൂപ്പ്. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് തിരിഞ്ഞിരുന്നോ? ഇല്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റത്തില്ല. അതിലെഴുതിക്കോ. അതിൽ സ്പേസ് കൊടുത്തിട്ടില്ലേ? സ്ഥലം കൊടുത്തിട്ടില്ലേ? അവിടെ നിങ്ങൾക്ക് എഴുതാമല്ലോ. എഴുതിക്കോ. എല്ലാവരും വായിക്കണം. ഒരാൾ മാത്രമല്ല, നടുക്ക് വെച്ചിട്ട് എല്ലാവരും അത് വായിക്കണം. വായിച്ച് എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് വേണം ഒന്നിന് ആൻസർ ചെയ്യാൻ. നടുക്ക് വെച്ച് വായിക്കും. ഒരാൾ വായിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തും അഭിപ്രായം ചോദിക്കുക. ഏത് ഗ്രൂപ്പാണ് ഫസ്റ്റ് ചെയ്യണേന്ന് അറിയാമല്ലോ? ചെയ്തേ, പെട്ടെന്ന് ചെയ്തേ. ഇല്ല, ഒരാൾ അതിൽ ചെയ്താൽ മതി. നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതിയാൽ മതി.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. എന്തുവാ റിബൺ എങ്ങനെ ചലിച്ചത്? എഴുതി കഴിഞ്ഞു. അതിൽ അവസാനം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം എഴുതണമെങ്കിൽ എഴുതിക്കോ, തെറ്റാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അറിയില്ല വെച്ചാൽ എഴുതണ്ട. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞു. ഇതാ ഒരു ഗ്രൂപ്പ് നിങ്ങൾ വെച്ചോ, ഒരു ഗ്രൂപ്പ് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന്. സംശയമുണ്ടോ? അതിൽ സംശയമുണ്ടോ? എന്തുവാ റിബൺ എന്തുവാണെന്ന് പറഞ്ഞു? അപ്പം എങ്ങനെയായിരിക്കും റിബണിൻ്റെ ചലനം അല്ലെങ്കിൽ കണികകളുടെ ചലനം? അപ്പം എങ്ങനെയായിരിക്കും? ഇവിടെ റിബണിൻ്റെ ചലനം എന്തുവാന്ന് എഴുതി, അപ്പോൾ കണികളുടെ ചലനം എങ്ങനെയായിരിക്കും? നിങ്ങൾ എഴുതാൻ എഴുതി. 2 ഗ്രൂപ്പായി, ഇനി 2 ഗ്രൂപ്പും കൂടെ ഉണ്ട്. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞവരെ ഒച്ച ഉണ്ടാക്കണ്ട. നിങ്ങൾ കഴിഞ്ഞോ? എത്രാമത്തെ ക്വസ്റ്റ്യൻ? എഴുതി കഴിഞ്ഞു. നിങ്ങൾ മാത്രമേ ഉള്ളൂ, പെട്ടെന്ന്. എഴുതി കഴിഞ്ഞല്ലോ, തരണ്ട. എഴുതി കഴിഞ്ഞല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. ഇവിടുന്ന് ഒരാൾ വായിച്ചേ. കയറിൽ എന്ത് രൂപപ്പെടുന്നു? ചലനം രൂപപ്പെടുന്നു. ചലനം. ഈ ഗ്രൂപ്പുകാരെന്തോ എഴുതിയേ? തരംഗം. തരംഗം. നിങ്ങളെന്തോ എഴുതിയേ? തരംഗം. തരംഗമല്ലേ രൂപപ്പെട്ടത്? ചലനം തന്നെ. അതിനെന്തോ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാം, എടുത്ത് പറയാം. തരംഗം എന്ന് പറയാം അല്ലേ? ഇവിടെ ഈ ഗ്രൂപ്പുകാർ വായിച്ച അടുത്ത ക്വസ്റ്റ്യൻ. തരംഗത്തിന്റെ ചലനദിശ എങ്ങോട്ടാണ്? ഒരു ഭാഗത്ത് നിന്നും മറ്റു ഭാഗങ്ങളിലേക്ക് അല്ലേ? ആ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, ആ ഭാഗത്തു നിന്ന് എങ്ങോട്ടാണ് വന്നത്? മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണ് പോയത് അല്ലേ? അല്ലെങ്കിൽ അത് രൂപപ്പെട്ട ഉത്ഭവ സ്ഥാനത്ത് നിന്നും മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണ് പോയത്. സംശയമൊന്നുമില്ലല്ലോ അതിൽ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. റിബണിന്റെ ചലനദിശ എങ്ങോട്ടാണ്? മുകളിലേക്കും താഴേക്കും ഒന്ന്. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇരുന്നു. അടുത്ത വായിച്ചേ. ഇവിടുന്ന് ഒരാൾ വായിച്ചേ. ഇല്ല. റിബണിന് സ്ഥാനാന്തര ചലനം ഉണ്ടോ? ഇല്ല. നിങ്ങൾ എന്തോ എഴുതിയേ? ഉണ്ട് എന്നാണ് എഴുതിയേ. റിബൺ ഇതല്ലേ? ഇരുന്നോടെ. റിബൺ ഇതല്ലേ? ഇവിടുന്ന് ഇത് ചലിച്ചിങ്ങോട്ട് നീങ്ങിയോ? സ്ഥാനാന്തര ചലനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ പൊസിഷനിൽ ഇങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യും? മൂവ് ചെയ്യും, ചലിക്കും അങ്ങോട്ട് അല്ലേ? അതിനല്ലേ സ്ഥാനാന്തര ചലനം എന്ന് പറയുന്നത്. ഇപ്പൊ റിബണിന്റെ ചലനം എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നില്ലേ? അപ്പൊ അതിനെന്തോ പറയണത്? എന്തു പറയും? പറഞ്ഞു, ഒരാൾ പറഞ്ഞു. എന്തു പറയും? റിബണിന്റെ ചലനം എങ്ങനെയായിരുന്നു? മുകളിലോട്ടും താഴോട്ടും. സംശയം ഉണ്ടാവും നിങ്ങൾക്ക്? ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ഇവിടുന്ന് ഒരാൾ വായിച്ചേ. ഉയർന്നും താഴ്ന്നും. കാരണം നമ്മൾ എന്ത് പറഞ്ഞു? റിബണും കണികകളും ഒരേ തരത്തിലുള്ള ചലനമാണ്. അപ്പോൾ റിബണിന്റെ ചലനം മുകളിലോട്ടും താഴോട്ടും ആയിരിക്കുമ്പോൾ കണികളുടെ ചലനം എങ്ങനെയായിരിക്കും? മുകളിലോട്ടും താഴോട്ടും ആയിരിക്കും. ആയിരിക്കണമല്ലോ. സംശയമുണ്ടോ? ഇല്ല. ഇവിടെ വായിച്ചേ ഒരാൾ. മാധ്യമത്തിലെ കണികകളും തരംഗവും തമ്മിലുള്ള ചലനം ഏത് ദിശയിലാണ്? തരംഗം മാധ്യമത്തിലെ വശങ്ങളിലേക്ക്, കണികകൾ തരംഗത്തിന് ലംബമായ ദിശയിലും സഞ്ചരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ വായിച്ചേ. മാധ്യമത്തിൽ കണികളുടെ തരംഗവും തമ്മിലുള്ള ചലനം എതിർദിശയിലേക്ക്. എതിർദിശയിലേക്ക്. ഇരുന്നു. ഇവിടുന്ന് വായിച്ചേ. അതിൻ്റെ ആൻസർ വായിച്ചോ? സഞ്ചാരദിശയിൽ. ഇരുന്നു. ഇവിടുന്ന് എതിർദിശയിലേക്ക്. ഇനി ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ തരംഗം എവിടുന്നാണ്? ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാണ്? ഇരുന്നോ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് തന്നല്ലോ. കണികൾ എങ്ങനെയാണ് സഞ്ചരിച്ചത്? ഇങ്ങനെയല്ലേ സഞ്ചരിച്ചത്. അപ്പോൾ
ഈ രേഖയ്ക്ക് എന്താണെന്ന് പറയാം? ലംബം എന്നല്ലേ പറയുന്നത്? ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇതെന്താണ്? കണികകളുടെ ചലനം. ഇതെന്താണ്? ഇത് ആരുടെ ചലനമാണ്? തരംഗത്തിന്റെ ചലനം. ഈ രണ്ട് ചലനം എങ്ങനെയാണെന്ന് പറഞ്ഞു? ഏത് ദിശയിലാണ്? ഈ ചലനം എന്ത് ചലനമാണ്? ലംബ ചലനം. അപ്പോ മാധ്യമത്തിലെ കണികകളുടെ ചലനം തരംഗത്തിന്റെ ദിശയ്ക്ക് എന്താണെന്ന് പറഞ്ഞു നമ്മൾ? ലംബമായിരിക്കും എന്ന് പറയുന്നു. അത്തരത്തിലുള്ള തരംഗങ്ങൾക്ക് നമ്മളൊരു പേര് പറയും. അറിയാവോ ആർക്കെങ്കിലും? എന്തോ പേരെന്തോ? ആൻസർ അനുപ്രസ്ഥ തരംഗം. ഇരുന്നോ മിടുക്കാൻ. എന്താണ് അനുപ്രസ്ഥ തരംഗം? അപ്പോൾ മാധ്യമത്തിലെ കണികകളുടെ ചലനം എങ്ങനെയാണ്? തരംഗത്തിന്റെ ചലന ദിശയ്ക്ക് എങ്ങനെയാണ്? ലംബമായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള തരംഗങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചലനത്തെ എന്താണ് പറയുന്നത്? അനുപ്രസ്ഥ തരംഗം എന്ന് പറയും. ഒരാൾ പറഞ്ഞേ, സുധീഷ് പറഞ്ഞേ, എന്തോ അനുപ്രസ്ഥ തരംഗം? പറഞ്ഞോ? ആരുടെയൊക്കെ ചലനം നമ്മളിപ്പോൾ പറഞ്ഞത്? ഓ, റിബണിന്റെ ചലനം എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ്? തരംഗമാണ് കണികയാണ്? കണികകളുടെ ചലനം. കണികകളുടെ ചലനം പിന്നെ ആരുടെ ചലനം? തരംഗത്തിന്റെ ചലനം എങ്ങനെയായിരിക്കും? ലംബമായിരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള തരംഗങ്ങൾ എന്ത് പറയും? അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയും. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇവിടുന്ന് ഒരാൾ പറഞ്ഞേ, ഈ സൈഡിൽ നിന്ന്, എന്താ അനുപ്രസ്ഥ തരംഗം എന്ന് പറഞ്ഞേ. റിബൺ എന്ന് പറയുന്ന ഇതിലേത് വരും? കണികകളുടെ ചലനം. പിന്നെ അടുത്ത ഏതാണ്? തരംഗത്തിന്റെ ചലനം. എങ്ങനെയായിരിക്കണം രണ്ട് ചലനവും? ഒരുപോലെ ആയിരിക്കണോ? എന്തോ എഴുതിയേക്കുന്നത്? ലംബമായിരിക്കണം. അങ്ങനെയുള്ള തരംഗങ്ങളെ എന്ത് പറയും? അനുപ്രസ്ഥം. എടുക്കാൻ. അപ്പോൾ മാധ്യമത്തിലെ കണികകളുടെ ചലനവും തരംഗത്തിന്റെ ചലനവും ലംബദിശയിലാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? അനുപ്രസ്ഥ തരംഗങ്ങളെന്ന് പറയും. ഇനി ഒരു അനുപ്രസ്ഥ തരംഗത്തിന്റെ, ഇപ്പൊ നിങ്ങൾക്ക് ആ കയറിൽ ആ തരംഗങ്ങൾ കണ്ട നന്നായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുമോ? തരംഗങ്ങൾ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഘടന എങ്ങനെയാണെന്ന്? ഇല്ല. അപ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാക്കുന്ന രീതിയിൽ ഒരു മോഡൽ കാണിക്കാം. ഇതാണ് ഒരു അനുപ്രസ്ഥ തരംഗത്തിന്റെ എന്തോന്ന്? ചലനദിശ. ഒരു അനുപ്രസ്ഥ തരംഗത്തിന്റെ ചലനദിശ എന്താണ്? ഇവിടുന്ന് ഇതാണ് എന്തോന്ന്? ഉത്ഭവസ്ഥാനം. ഇല്ലെങ്കിൽ അതിനെന്ത് പറയും? ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? തുലനസ്ഥാനം എന്ന് പറയാം. എന്താണ്? തുലനസ്ഥാനം. ഇവിടുന്ന് സഞ്ചരിച്ച് ഇതുവഴി ഇങ്ങനെ പോകും. മനസ്സിലായല്ലോ? ഇതാണ് ഒരു അനുപ്രസ്ഥ തരംഗത്തിന്റെ ചലനദിശ. ഒരു തരംഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഏത് മുതൽ ഏത് വരെ ആയിരിക്കും? ഒരാൾ വന്നേ. ഏത് മുതൽ ഏത് വരെ ആയിരിക്കും? പറഞ്ഞേ. ഒരു ചലനം 1 മുതൽ 5 വരെ, ഇതുവരെ ആണല്ലോ. ഇരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു തരംഗം ഏത് മുതൽ ഏത് വരെ ആണെന്നുള്ളത് ആണല്ലോ. ഇനി തുലനസ്ഥാനം ഏതാ? തുലനസ്ഥാനം 1. ഓക്കെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചാ സൂചകമുണ്ട്. നമുക്കത് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താണെന്ന് പറയാം. ഇനി ഇതിൽ തരംഗത്തിന്റെ ചലനവും കണികളുടെ ചലനം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. തരംഗത്തിന്റെ ചലനം എങ്ങനെയാണ്? ഇതാണ് തരംഗം ആണല്ലോ. ഇനി കണികൾ എങ്ങനെയാണ് സഞ്ചരിച്ചത്? മുകളിലോട്ടും താഴോട്ടും ആണല്ലോ. നിങ്ങൾ തിരിഞ്ഞിരുന്ന് ചെയ്യേ, അവർക്കും കൂടെ കാണണം. അതിലെഴുതിക്കോ. മൂന്നാമത്തെയും നാലാമത്തെയും ക്വസ്റ്റ്യൻ പടന്നു. മൂന്നാമത്തെയും നാലാമത്തെയും ക്വസ്റ്റ്യൻ അറിയില്ല വെച്ചാൽ ആ നമ്പർ ഉണ്ടല്ലോ അവിടെ, ആ നമ്പർ എഴുതിയാലും മതി. ഒന്ന് എഴുതിയാലും മതി.
നോക്കട്ടെ 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 നോക്കട്ടെ. ഇത് 9 അല്ല, ഇത് 7 ആണ്. ഓ, നിങ്ങൾ ഇങ്ങനെ എഴുതിയല്ലേ. തുലന സ്ഥാനത്തു നിന്നുള്ള പരമാവധി അകലം മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ആ പോയിന്റിൽ നിന്ന് മുകളിലോട്ടുള്ള അകലമാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തുലന സ്ഥാനത്തു നിന്നുള്ള പരമാവധി അകലം എന്ന് പറഞ്ഞാൽ ആ തുലന സ്ഥാനം എന്ന് പറഞ്ഞ പോയിന്റ് ഏതുവാ? അതിൽ നിന്ന് മുകളിലോട്ട് എത്രയാണ് അകലം? മുകളിലോട്ട് ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അകലമാണ് ചോദിച്ചത്. ഇവിടെ നോക്കട്ടെ. തുലന സ്ഥാനത്തു നിന്നുള്ള പരമാവധി അകലം എന്ന് ചോദിച്ചാൽ സെൻറ്ററിലുള്ള പോയിന്റ് ഏതാ? മീൻസ് നടുക്കുള്ള മധ്യത്തിലുള്ള തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന തുലന സ്ഥാനം ഏതാ പോയിന്റ്? 0. 0 നിന്ന് മുകളിലോട്ട് എത്ര ദൂരം മാർക്ക് ചെയ്തിട്ടുള്ള? 2ൻ്റെ നേരെ ആ ലൈനിൽ എത്രയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ നിങ്ങളായി? എഴുതി കഴിഞ്ഞോ? എഴുതി. അപ്പോൾ ഇവിടുന്ന് ഒരാൾ വായിച്ചേ ആദ്യത്തെ ക്വസ്റ്റ്യൻ. തുലന സ്ഥാനത്ത് നിന്നുള്ള പരമാവധി അകലം എ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അത് തുലന സ്ഥാനം ഏതാ? ഏതാ തുലന സ്ഥാനം? ഇതല്ലേ? ഇവിടെ നിന്ന് മുകളിലോട്ട് എത്രയാ ദൂരം? എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. എത്ര ഭാഗങ്ങളുണ്ട്? 2. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ശൃംഗം. ഇരുന്നു. അടുത്തിവിടെ ഗർത്തം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പഠിച്ചതാണല്ലേ? പഠിച്ചിട്ടുണ്ടല്ലേ നേരത്തെ? അപ്പോൾ ഉയർന്ന ഭാഗത്തിന് എന്താണ് പറയുന്നത്? താഴ്ന്ന ഭാഗത്തിന്. അപ്പോൾ അനുപ്രസ്ഥ തരംഗത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഉയർന്ന ഭാഗത്തിന് ശൃംഗം എന്ന് പറയും, താഴ്ന്ന ഭാഗത്തിന് ഗർത്തം എന്ന് പറയും. അപ്പോൾ ഒരു അനുപ്രസ്ഥ തരംഗത്തിൽ എത്ര ഭാഗങ്ങളുണ്ട്? 2 ഭാഗങ്ങളുണ്ട്. ഉയർന്ന ഭാഗത്തിന് എന്ത് പറയും? താഴ്ന്ന ഭാഗത്തിന് എന്ത് പറയും? ഗർത്തം. സംശയമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? ഒന്നുമില്ലല്ലോ? അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടല്ലോ. ഓക്കെ. ഇനി ഈ അനുപ്രസ്ഥ തരംഗത്തിന് നിങ്ങൾ ഉദാഹരണങ്ങൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഉദാഹരണമായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്ത് തോന്നിയിട്ടുണ്ട്? കയറിലെ ചലനം അനുപ്രസ്ഥ തരംഗമാണ്. ഇനി കടലിൽ തിരകൾ വരുന്നത് എന്താണ്? അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ്. പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? വള്ളത്തിൻ്റെ ചലനം. വള്ളത്തിൻ്റെ ചലനം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്പെസിഫൈ നമുക്കിവിടെ എടുത്തു പറയാൻ പറ്റും. ഇവിടെ ഏതിൻ്റെ ചലനമാണ് വള്ളത്തിൻ്റെ ചലനം? തരംഗത്തിൻ്റെ ചലനമാണോ കണികകളുടെ ചലനമാണോ? കണികകളുടെ ചലനം. അതുകൊണ്ടാണ് എന്ത് പറ്റാത്തത്? തിര വരുമ്പോൾ എന്ത് വരാത്തത്? കൂടെ വള്ളങ്ങൾ വരാത്തത് അല്ലേ? കണികളുടെ ചലനം പോലെയാണ് ആര് സഞ്ചരിക്കുന്നത്? വള്ളങ്ങൾ സഞ്ചരിക്കുന്നത്. അപ്പം നമ്മുടെ തരംഗം ഉണ്ടാകുന്ന സമയത്ത്, ജലോപരിതലത്തിൽ തരംഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വള്ളങ്ങൾ എന്ത് ചെയ്യില്ല? അതിൻ്റെ കൂടെ വരത്തില്ല. ഇല്ലല്ലോ? ഇനി എന്താണ് അനുപ്രസ്ഥ തരംഗം പറഞ്ഞത്? എന്തോ? തരംഗത്തിന്റെ ചലനം. പിന്നെ ആരുടെ ചലനം? കണികളുടെ ചലനം. എങ്ങനെയായിരിക്കണം? ലംബമായിരുന്നാൽ അതിനെന്ത് പറയും? അനുപ്രസ്ഥ. സ്പീഡിൽ പറയണ്ട, നല്ല മിടുക്കനായിട്ട് പറഞ്ഞ. അനുപ്രസ്ഥ തരംഗം എന്താണെന്ന് പറഞ്ഞേ? മിടുക്കൻ. ഇങ്ങനെ പറയണ്ടേ? എന്താണ് അനുപ്രസ്ഥ തരംഗം പറഞ്ഞേ? ആദ്യം പഠിപ്പിച്ച ഏതിൻ്റെയൊക്കെ ചലനം? തരംഗങ്ങളുടെ ചലനം. പിന്നെ ഏതിൻ്റെ ചലനം? ഏതിൻ്റെ ചലനം? കണികളുടെ ചലനം. തരംഗത്തിൻ്റെ ചലനം. പിന്നെ ഏതിൻ്റെ ചലനം? എങ്ങനെയായിരിക്കണം രണ്ടിൻ്റെ ചലനം തമ്മിൽ?
എന്തുവാ? മാധ്യമത്തിലെ കണികൾ കമ്പനി ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. കമ്പനി ചെയ്യുന്ന തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് ലംബമായ ദിശയിലാണെങ്കിൽ ഇരുന്നു. ഏത് ദിശയിലായിരിക്കണം? ഇരുന്നു. ഏത് ദിശയെന്ന് പറഞ്ഞപ്പോൾ ഏത് ദിശയെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞു കൊടുത്തേ. സഞ്ചാര ദിശയ്ക്ക് എങ്ങനെയായിരിക്കണം? ലംബമായ ദിശയിലാണെങ്കിൽ ഏത് ദിശ എന്ന് പറഞ്ഞു? സഞ്ചാര ദിശയ്ക്ക് എങ്ങനെയായിരിക്കണം? ലംബമായിരുന്നാൽ അതിനെ എന്ത് പറയും? അനുപ്രസ്ഥ തരംഗം എന്ന് പറയും അല്ലേ? അനുപ്രസ്ഥ തരംഗത്തിൽ എത്ര ഭാഗങ്ങളുണ്ട് പറഞ്ഞേ? 2 ഭാഗങ്ങളുണ്ട്. ഉയർന്ന ഭാഗത്തിന് എന്ത് പറയും നമ്മൾ? ശൃംഗം എന്ന് പറയും. താഴ്ന്ന ഭാഗത്തിന് ഇരുന്നോ? ഗർത്തം. മിടുക്കൻ. അപ്പോൾ അനുപ്രസ്ഥ തരംഗത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഉയർന്ന ഭാഗത്തിന് ശൃംഗം എന്ന് പറയും, താഴ്ന്ന ഭാഗത്തിന് ഗർത്തം എന്ന് പറയും. ഇനി നിങ്ങൾ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞില്ലേ? ജലോപരിതലത്തിൽ കാണുന്ന തരംഗങ്ങൾ എന്താണെന്ന് പറഞ്ഞു? അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും ഉദാഹരണം അറിയാവോ നിങ്ങൾക്ക്? അറിയാം ആർക്കെങ്കിലും? ഒന്ന് 2 തരംഗത്തിന്റെ പേര് പറഞ്ഞേ വെറുതെ. ജലതരംഗം എന്ന് പറഞ്ഞതുപോലെ വെറുതെ പറഞ്ഞു നോക്കിയേ. ശബ്ദതരംഗം. പിന്നെ പ്രകാശ തരംഗം എന്തുവാണ്? അനുപ്രസ്ഥ തരംഗമാണ്. പ്രകാശ തരംഗം അനുപ്രസ്ഥ തരംഗമാണ്. അപ്പോൾ 2 ഉദാഹരണം നമ്മൾ പറഞ്ഞു. ജലോപരിതലത്തിൽ ഉണ്ടാകുന്ന തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ്. പിന്നെ ഏതാണ്? പ്രകാശ തരംഗങ്ങൾ, അനുപ്രസ്ഥ തരംഗങ്ങൾ. ഇതുപോലെ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് തരംഗങ്ങളുണ്ട്. അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണങ്ങളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ലിസ്റ്റ് ചെയ്യണം. അതാണ് നമ്മുടെ എന്തോന്ന് വർക്ക്, അസൈൻമെൻറ്റ്. അപ്പോൾ ഒരു വർക്ക് എഴുതിക്കോ. കുഴപ്പമില്ല. പറയട്ടെ. അനുപ്രസ്ഥ തരംഗത്തിന് എഴുതിക്കോ. അനുപ്രസ്ഥ തരംഗത്തിന് ഗീതായാണ്. രഥം എന്ന് എഴുതണം ഇവിടെ. അനുപ്രസ്ഥ തരംഗത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ